ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് ABC ഫ്ലോറിൽ വരാൻ ഒരു നല്ല മുഹൂർത്തം കാത്തിരുന്നതാണ് ഞങ്ങൾ. ഇന്ന് അത് വന്നു ചേർന്നിരിക്കുന്നു. മലയാളത്തിന്റെ എക്കാലത്തെയും ഏറ്റവും വിഖ്യാതനായ മൗലിക പ്രതിഭയായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് ഇന്നത്തേക്ക് 40 കൊല്ലം തികയുകയാണ്. ആ സമയത്ത് ബഷീറിനെ ഓർമ്മിക്കാൻ ABCയുടെ ഫ്ലോറിൽ വരേണ്ടതാരാണ് എന്ന ചോദ്യത്തിന് ആദ്യം വന്ന പേരാണ് ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് എന്ന കാഥികൻ. കാഥികൻ മാത്രമല്ല, കാവ്യാത്മകമായ ഈ കഥ പോലെ മനോഹരമായ കാവ്യങ്ങൾ, കാവ്യാത്മകമായ കഥകൾ, ലേഖനങ്ങൾ, ഗദ്യവും പദ്യവും ഒക്കെ എഴുതി മലയാളത്തില് ധാരാളമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരാളാണ്. ഒരു സാമൂഹ്യ നിരീക്ഷകൻ, സാമൂഹ്യ വിമർശകൻ എന്ന നിലയിൽ സജീവമായി നിൽക്കുന്ന ഒരാളാണ്. സർവോപരി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിതവുമായി ബഷീർ അനുഭവിക്കാത്ത ജീവിതമില്ല, ബഷീർ ചെയ്യാത്ത ജോലികളില്ല. അങ്ങനെ അത്തരത്തിൽ ഒരു ജീവിതവും നയിച്ച, സമാനമായ ഒരു ജീവിതം മലയാളത്തിൽ ബഷീറിനോട് സാമ്യപ്പെടുത്താവുന്ന ഒരു ജീവിതം മലയാളത്തിൽ നയിച്ച വേറെ എഴുത്തുകാരുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ടൊക്കെ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് ബഷീറിനെ ഓർക്കാൻ എന്തുകൊണ്ടും അനുയോജ്യനായ പുതിയ തലമുറയിലെ എഴുത്തുകാരനാണ്. മിക്കവാറും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ മലയാളത്തിൽ ഒരു എഴുത്തുകാരന് കൊടുക്കാവുന്ന ഈ സാധാരണഗതിയിലുള്ള അവാർഡുകളും അംഗീകാരങ്ങളും ഒക്കെ ശിഹാബിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും എഴുത്തിൽ അങ്ങേയറ്റം സജീവമായി നിൽക്കുന്ന ഒരാളാണ്. ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിന് ABC ഫ്ലോറിലേക്ക് സ്വാഗതം. ശിഹാബ് ഇന്ന് സംസാരിക്കുന്നത് ബഷീറിന്റെ ഞാന് ശിഹാബിന് ബഷീറിനെ കുറിച്ച് എന്തും പറയാം. ഞങ്ങളെപ്പോലുള്ള വായനക്കാരല്ല. ശിഹാബിനോട് അങ്ങനെ എന്ത് ബഷീറിനെ കുറിച്ച് പറയണമെന്ന് പറയുന്നതിലും ഒരു അസാംഗത്യമുണ്ട്. എങ്കിലും ഞങ്ങളൊരു ആഗ്രഹം, 40 കൊല്ലത്തിന് ശേഷം, ഐ മീൻ 30 കൊല്ലം കൃത്യം അല്ലേ, 30 കൊല്ലം അല്ലേ, 94, 94. അപ്പൊ 30 കൊല്ലം ബഷീർ ഇല്ലാത്ത ഒരു കേരളം കടന്നു പോയിരിക്കുന്നു. അപ്പോ ഈ 30 കൊല്ലത്തിന് ശേഷമുള്ള ഒരു മലയാളം, ബഷീറിന്റെ ലോകം പ്രവിശാലമായ ലോകമായിരുന്നു നമുക്കറിയാം. ആ ലോകം ഈ പ്രപഞ്ചത്തിന്റെ ഒരു വിശാലത മാത്രമല്ല, മനുഷ്യ മനസ്സിന്റെ കൂടി വിശാലതയായിരുന്നു. എല്ലാ പുൽക്കൊടികളെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു മനുഷ്യ മനസ്സ് സ്വപ്നം കണ്ട് അങ്ങനെ ഒരു മനുഷ്യ മനസ്സിനെ സർഗാത്മകമായി സൃഷ്ടിച്ച് ആ ലോകത്ത് വിരാജിച്ച ഒരാളാണ് ബഷീർ. ആ ലോകത്തിന് ബഷീറിന്റെ വിയോഗത്തിന് ശേഷം എന്ത് സംഭവിച്ചിരിക്കുന്നു? അതുപോലെ തന്നെ ബഷീറിന്റെ കാലം, എല്ലാ നല്ല എഴുത്തുകാരും പറയാറുള്ളത്, ബഷീറും പറഞ്ഞിട്ടുണ്ട്, എന്റെ കാലം വരാനിരിക്കുന്നതേ ഉള്ളൂ. ബഷീറിന്റെ കാലം വരികയാണോ, അതോ ബഷീറിന്റെ കാലത്ത് നിന്ന് പിന്നെയും നമ്മൾ വിദൂരമായ ഭൂതകാലത്തേക്ക്, കുറെ കൂടി നീല വെളിച്ചമെങ്കിലും പ്രസവിക്കാത്ത ഇരുട്ടിലേക്ക് നമ്മൾ നടന്നു പോവുകയാണോ? അപ്പോഴും വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന് കൗതുകം പൂണ്ട ബഷീറിനെ നമ്മൾ എങ്ങനെയാണ് പുതിയ കാലത്തെ ഒരു എഴുത്തുകാരൻ വിലയിരുത്തുന്നത്? ശിഹാബ് സാറിന് തുടങ്ങാം. ബഷീറിനെ കുറിച്ച് പറയാനുള്ള എന്തും പറയാം. ഞാൻ എന്റെ ഒരു സ്വപ്നം അല്ലെങ്കിൽ എന്റെ കൗതുകങ്ങൾ, ശിഹാബിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കൗതുകങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങേക്ക് എന്തും പറയാം, തുടങ്ങിക്കോളൂ. അഹമ്മദ് മാഷിനോട് നന്ദി പറയുന്നു, സന്തോഷവും. ബഷീർ ഞാൻ എന്നുമായിട്ട് കമ്പയർ ചെയ്ത അതിന് വലിയ അർത്ഥമില്ല. കാരണം ബഷീർ വലിയ ഒരു മഹാപ്രപഞ്ചമാണ് ഉള്ളിൽ കൊണ്ടു നടക്കുന്നത്. അദ്ദേഹം കടന്നുപോയ ജീവിതത്തിന്റെ സങ്കീർണതകളും ഒക്കെ ചേർന്നൊരു വലിയ അതിവിശാലമായ ലോകമാണ്. ബഷീർ ഞാനുമായി ഉള്ളൊരു ബന്ധം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു എഴുത്തുകാരനെ കാണാൻ വേണ്ടി പോകുന്ന ബഷീറിനെയാണ്. എനിക്ക് ബഷീറിനെ അറിഞ്ഞോട്ടു. കാരണം ഞങ്ങളുടെ നാട്ടിൻപുറത്തെ വളരെ കുഗ്രാമം, അവിടുത്തെ ഒരു ലൈബ്രറി, അവിടുന്ന് ഏത് പുസ്തകം ഏത് എഴുത്തുകാരനെ എടുക്കേണ്ടതെന്ന് അറിയില്ല. കയ്യിൽ വന്ന വലിയ കട്ടിയില്ലാത്ത പുസ്തകം, അതിൽ ചെറിയ ചിത്രങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ ആദ്യമായി എടുത്ത ബഷീർ അങ്ങനെ ഒരു എഴുത്തുകാരുണ്ടെന്ന് ആദ്യമായിട്ട് അറിയാം. അപ്പം എൻ്റെ ഒന്നും വീട്ടിൽ അങ്ങനെ ഒരു വലിയ ലൈബ്രറിയോ കാര്യങ്ങളൊന്നും പുസ്തകമില്ലാത്ത വീടായിരുന്നു. ഇല്ലാന്ന് പറഞ്ഞുകൂടാ, ഒരു പുസ്തകമുണ്ട്, അതിന്റെ പേര് റേഷൻ കാർഡ് എന്നാണ്. അതിലാണ് നമ്മുടെ എല്ലാ ജീവിതങ്ങളും എഴുതി വെച്ചുകൊണ്ടിരുന്നത്. വേറെ പുസ്തകമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ബഷീർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ എങ്ങനെ എനിക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റി, ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റി എന്ന് ഒരു യാദൃശ്ചികതയാണത്. ശരിക്കും ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു അത്ഭുതമാണത്. കാരണം ഏത് സാധാരണക്കാരെയും ഏത് വലിയ പണ്ഡിതരെയും ഒരുപോലെ ഒരുമിപ്പിക്കുന്ന ഒരു രാസവിദ്യ ബഷീറിന്റെ എഴുത്തിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഓരോ കാലത്തും നമ്മൾ ബഷീറിനെ വായിക്കുമ്പോൾ ഓരോന്ന് കണ്ടെത്തും.
അപ്പൊ ഇന്നലെ ഞാൻ വേറെ കാര്യത്തിന് വേണ്ടി ബാല്യകാല സഖി ഒന്നുകൂടി വായിച്ചു. അപ്പോ പുതിയ പുതിയ അർത്ഥതലങ്ങൾ, പുതിയ പുതിയ കാലത്തിന് അദ്ദേഹം അവിടെ കരുതി വെച്ചിട്ടുണ്ട്. ഇത് എഴുത്തിന്റെ ഒരു മഹാത്ഭുതമാണ്. വലിയ ക്ലാസിക്കലായിട്ടുള്ള എഴുത്തുകാര് വലിയ ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. അതൊരു പഠിച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല, മറിച്ച് ഒരു അവബോധം, ലോക അവബോധത്തിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേക പ്രകാശമാണ് അത്. ഇപ്പോ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം ഇപ്പം നമുക്ക് മറ്റൊരു തരത്തിൽ പാരിസ്ഥിതികമായ രീതിയിൽ നമുക്ക് വായിക്കാം. അത് റെഡിയാണ്. കാരണം വളരെ സ്വച്ഛന്തമായിട്ട് പ്രകൃതി ജീവിച്ചു പോകുന്ന ശകുന്തള നഗരത്തിൽ പോകുന്നതോടുകൂടി ആ ശകുന്തള വലിയ ദുഃഖത്തിന്റെ കയത്തിലേക്ക് പോകുന്നത്. അപ്പൊ പ്രകൃതിയിൽ നമ്മൾ അകന്നു പോകുമ്പോൾ നമ്മുടെ ലോകത്തിന് ദുഃഖം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ട്. കാരണം ഏറ്റവും ഇതായിട്ടുള്ള പ്രധാനപ്പെട്ട കാമുകനായ ദുഷ്യന്തൻ പോലും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നാഗരികതയുടെ ഒരു പ്രശ്നമാണ്. അപ്പൊ നമുക്കങ്ങനെ പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾക്ക് അത് ഇടം നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മഹത്തായ എഴുത്തായിട്ട് അത് വരുന്നത്. ഇപ്പൊ ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് നമ്മളിപ്പം വായിക്കുമ്പോൾ അത് കോർപ്പറേറ്റ് വൽക്കരണവുമായി ബന്ധപ്പെട്ട് കാണാം, കോപ്പിറൈറ്റിന്റെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാണാം, കയ്യേറുക എന്നുള്ള ഒരു സംഗതി ആയിട്ട് കാണാം. അപ്പം അത് പക്ഷെ മനുഷ്യര് അത് ജൈവ മനുഷ്യര് അതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും എന്നൊരു സന്ദേശം നമുക്ക് വേണമെങ്കിൽ ഒരു ഉള്ളടക്കം അതിൽ കാണാൻ പറ്റും. പുതിയ കാലം അത് ഒരുപക്ഷെ ഇടശ്ശേരി എഴുതുന്ന സമയത്ത് അത്തരം ഒരു രീതിയിൽ ഉദ്ദേശിച്ചിരിക്കണം എന്നില്ല. അതാണ്. അപ്പൊ എഴുത്തുകാരൻ ഒരു ടൂൾ മാത്രമായി മാറുകയും കാലം അയാളിലൂടെ വരച്ചിടുകയും ചെയ്യുന്ന മഹാഭാഗ്യം ചില എഴുത്തുകാർക്ക് വന്ന് ഭവിക്കാറുണ്ട്. അതിലൊരാളാണ് ബഷീർ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഞാൻ ബഷീറിനെ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ ബഷീറിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചു. അപ്പൊ അന്നത്തെ ചിത്രം എന്ന് പറയുന്നത് MV ദേവന്റെ ചിത്രമായിരുന്നു. ഇവരൊക്കെ വലിയ പുലികളാണെന്നൊക്കെ നമ്മൾ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ബഷീറിനെ കാണാൻ അതിയായ ആഗ്രഹം വരുന്നു. നമുക്ക് എഴുത്തുകാരനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണണം, അല്ലെങ്കിൽ അവരൊന്ന് കാണണം എന്നൊരു വലിയ തരത്തിലുള്ള ഒരു ഇന്നർ ഇത് വരുന്ന ഒരു അവസ്ഥ ചില എഴുത്തുകാരുണ്ട്. ഞാൻ അങ്ങനെ പൊതുവെ എഴുത്തുകാരെ അങ്ങോട്ട് പോയി അങ്ങനെ കാണുന്ന ഒരാളല്ല. കാരണം നമ്മളങ്ങനെ കാരണം ഞാൻ കണ്ണൂരിൽ നിന്ന് ആദ്യമായിട്ട് തെക്കോട്ട് യാത്ര ചെയ്യുന്ന ബഷീറിനെ കാണാൻ വേണ്ടിയിട്ടാണ്. കോഴിക്കോട് എന്നൊക്കെ കേട്ടു, ബേപ്പൂർ എന്നൊക്കെ കേട്ടു, അവിടെ ഒരു സുൽത്താൻ പദവിയിൽ ഇരിക്കുന്നു എന്നൊക്കെ കേട്ടു എന്നുള്ളതല്ലാതെ ഇത് കോഴിക്കോട് എവിടെയാണ് എന്നൊന്നും അറിയില്ല. അങ്ങനെ ഞാനൊരു ട്രെയിനിൽ കയറി. അന്ന് ലോക്കൽ ട്രെയിനാണ് കൂടുതലുള്ളത്. കോഴിക്കോട് ഇറങ്ങുന്നു, അവിടെ പുറത്തിറങ്ങി ഇത് ആരോട് ചോദിക്കും. അവിടെ ബസ്സൊക്കെ വന്ന പണ്ട് അതുവഴിയൊക്കെയാണ് മറ്റേ അങ്ങോട്ടേക്ക് ബസ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാന് ആരോട് ചോദിക്കണമെന്നറിയില്ല. അപ്പൊ ഒരു നാടൻ കാക്കുണ്ട്, തലീക്കെട്ടൊക്കെ കെട്ടി ഒരു മനുഷ്യനായാലൂടെ ചോദിക്കുന്നത്. ഞാനിപ്പോ അത്ഭുതപ്പെടുകയാണ്. എങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു എഴുത്തുകാരനൊക്കെ അന്വേഷിക്കുമ്പോൾ അത്തരം ആളുകളോട് ചോദിക്കണമെന്നില്ല. കുറച്ച് കാണാൻ യോഗ്യരായിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ അങ്ങനെ ഒരു. അപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ വൈക്കം മുഹമ്മദ് ബഷീർ നമ്മുടെ ബേപ്പൂർ സുൽത്താൻ. ഞാൻ ഞെട്ടിപ്പോയതാ. പിന്നീട് ഓർക്കുമ്പോൾ അത് കാരണം ഒരു സാധാരണക്കാരനാണ് അത് പറഞ്ഞതെന്നുള്ള ഇപ്പോഴും എന്റെ അമ്പരപ്പിൽ വരുന്ന സംഗതി. വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു, ഇന്ന സ്ഥലമാണ്, ഇന്ന സ്ഥലത്ത് പറഞ്ഞു. അപ്പൊ അവിടെ പോകുന്നു. ഇടവഴി ബഷീറിന്റെ അങ്ങോട്ട് റോഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ അങ്ങനെ പിന്നെ അങ്ങനെയാണ് ബഷീറിനെ കാണുന്നത്. ബഷീർ സ്വാഭാവികമായിട്ടും പുറത്താണ് ഇരിക്കുന്നത്. ബഷീറിന് അകത്തിരിക്കുന്ന ബഷീറിനെ നമുക്ക് കണ്ടുകിട്ടില്ല. അതുപോലെ മിക്കവാറും കുപ്പായം ഉണ്ടാവില്ല, ചെരുപ്പ് ഉപയോഗിക്കാറില്ല, ഒരു തോർത്തമുണ്ട് പോലെ ഒരു സാധനം പോലെ ചുമലിലിടും, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ പുറത്താണുള്ളത് ബഷീർ. അപ്പോ ഏത് മനുഷ്യൻ വന്നാലും ബഷീർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എവിടുന്ന് വരുന്നു, എന്നാ കഴിച്ചോ, ഇങ്ങനെ ഇതുമാതിരിയുള്ള മനുഷ്യന് ഏറ്റവും ബേസിക് ആയ സാധനത്തില്ല പുള്ളി കൈവെക്കുക. അപ്പൊ ഞാൻ പേടിച്ച് വളരെ അന്ന് ഇതുപോലെ സംസാരിക്കാനൊന്നും പറ്റിയിരുന്ന ഒരാളല്ല, വളരെ അന്തർമുഖനായ ഒരു ആളായിരുന്നു. അപ്പൊ അവിടെ കൂടെ ഒരാളുണ്ട്. അപ്പൊ അദ്ദേഹവുമായിട്ട് ആ മാഞ്ചുവട്ടിൽ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പോകുമ്പോൾ. അത് എന്താന്ന് പറഞ്ഞാല് മതകാര്യങ്ങളായിരുന്നു. അതായത് ഇതിന്റെ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത്രയധികം ഈ
അത്തരത്തിലുള്ള ഒരു പാണ്ഡിത്യമുള്ള ഒരാളാണ് ബഷീർ എന്ന് ഞാൻ അത്ഭുതത്തോടെ കാണുകയായിരുന്നു. ബഷീർ ഒരിക്കലും തന്റെ സർഗാത്മക രചനയിലോ അല്ലെ എവിടെയും തന്നെ ഒരു പാണ്ഡിത്യം പ്രകടിപ്പിക്കുന്ന ആളല്ല. നമുക്ക് കണ്ടാ തോന്നുന്നു ഒരു ഇംഗ്ലീഷ് പോലും അറിയാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു മനുഷ്യനാണ്. ബഷീർ ബാല്യകാല സഖി ആദ്യം എഴുതുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അപ്പൊ അത്രയും വലിയ യാത്രകൾ ഒക്കെ കഴിഞ്ഞ് വളരെ നിസ്സംഗമായിരിക്കുക. അപ്പം ഇദ്ദേഹവുമായിട്ട് ഈ മതപരമായ കാര്യങ്ങൾ സംസാരിക്കുക. ഇദ്ദേഹം ഒരു പണ്ഡിതനാണ്, വേഷം അറിയാം, വലിയ തർക്കങ്ങളൊക്കെ നടക്കുക. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് പിന്നെ മറ്റ് കൊച്ചു സംസാരമൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ പോന്നു. അപ്പൊ എന്നോട് പറഞ്ഞ് എങ്ങോട്ടാ പോയി? നമ്മുടെ കണ്ണൂരേക്കാണ്, അത് ഇദ്ദേഹത്തിന്റെ കൂടെ പോയിക്കൊള്ളുന്നു. അത് CN അഹമ്മദ് മൗലവിയായിരുന്നു. അപ്പൊ CN അഹമ്മദ് മൗലവിയായിട്ട് ഈ തിയോളജിയിൽ തർക്കിക്കണമെങ്കിൽ നമുക്ക് ചെറിയ മട്ടിലൊന്നും അറിയില്ല. യാത്രയിൽ 2 മഹാപ്രതിഭകളെ ഒരുമിച്ച് കാണാനും പറ്റി അല്ലെ? അതെ. അപ്പൊ അദ്ദേഹത്തോടൊപ്പം ഞാൻ പോയി കോഴിക്കോട്ട് നിന്ന് പിന്നെ അങ്ങോട്ട് നാട്ടിലേക്ക് പോവുകയും ചെയ്തു. ബഷീറിന് അങ്ങനെ ഒരു 5-6 പിന്നെ വിസിറ്റ് അങ്ങനെ നടത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും ബഷീർ പതിയെ രോഗിയായിട്ട് തീരുന്നത് കാണുന്നുണ്ട്, ശ്വാസം മുട്ടലും ഇതൊക്കെ ആയിട്ട്. പക്ഷെ ഇതിന്റെ ഇടയിലും ബഷീർ പറയുന്ന തമാശയാണോ അല്ലെങ്കിൽ അതിനൊരു ഇന്നർ മീനിങ്, ധ്വനി എന്ന് പറയാവുന്ന തരത്തിലുള്ള, ഇപ്പൊ എങ്ങനെയുണ്ട് പിന്നെ ആരോഗ്യസ്ഥിതി എന്ന് പറഞ്ഞ ബഷീർ പറയും ശ്വാസം മുട്ട് പുതിയ സംഗതി കുറെ ലിസ്റ്റ് ഉണ്ട്, അത് പറഞ്ഞിട്ട് പറയും കാഴ്ച കുറഞ്ഞിരിക്കുന്നു, സുന്ദരികളൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഇതാണ് അപ്പൊ ഇങ്ങനെ ബഷീറിന്റെ അവസാനത്തെ പ്രസംഗം കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ട് പിന്നെ ഇതാണ് കഥയുടെ പിന്നെ ഒരു 100 വർഷം തികയുന്ന കഥ എന്നുള്ള രീതിയിൽ DC ബുക്സ് ഇറക്കിയ 100 വർഷം 100 കഥ എന്ന് പറഞ്ഞ കളക്ഷൻ, ഒരു വലിയ പുസ്തകമാണ്. അതിന് പ്രകാശനത്തിന് ബഷീറിന് വളരെ ബുദ്ധിമുട്ടിട്ടാണ് വന്നത്. നിറഞ്ഞ സദസ്സ്. അപ്പം ബഷീർ സംസാരിക്കുക എങ്ങനെ പറ്റും എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം സംസാരിച്ച് തുടങ്ങുന്നത് പതിവ് പോലെ സുന്ദരികളെ സുന്ദരന്മാരെ എന്ന് പറഞ്ഞു. അപ്പം അധികം സംസാരിക്കില്ല ബഷീർ. പൊതുവെ അങ്ങനെ ഒരു പ്രസംഗ രീതിയിൽ പിന്നെ സംസാര ഭാഷയാണല്ലോ അദ്ദേഹം. എഴുത്തിന്റെ നമ്മൾ വാമൊഴി സ്വഭാവത്തിൽ എഴുതുന്ന എഴുത്തുകാരനാണ്. അപ്പൊ കൂട്ടത്തില് അദ്ദേഹം പറഞ്ഞ എങ്ങനെ ഓർക്കുന്നുണ്ട്, ഇവിടെ പിന്നെ അവസാനം ഇങ്ങനെ പറഞ്ഞ എല്ലാവർക്കും നന്മ നേരുന്നു, ഇവിടെയുള്ള സുന്ദരികൾക്ക് കൂടുതൽ സൗന്ദര്യം നേരുന്നു, ആണുങ്ങൾക്ക് അവർക്ക് ഇപ്പോഴുള്ള സൗന്ദര്യമൊക്കെ മതി. കൂട്ടശ്ശേരിയാണ് അത്. ബഷീർ തുടങ്ങിയ മുതൽ അവസാനിക്കുന്ന വരെ സദസ് അതിഭയങ്കര ഇളകി പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഈ പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് വരുമ്പോൾ ബഷീറിന്റെ വാക്കുകൾക്ക് ഈ പല വിധാനങ്ങളുണ്ട്. അത് ചുമ്മാ സാധാരണ മട്ടിൽ പറയുന്ന പോലെ അദ്ദേഹം എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് എപ്പോഴും ഒരു ധ്വനിരസം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, നമ്മുടെ ധ്വനിയെ കുറിച്ചും രസത്തെ കുറിച്ചും. അപ്പൊ അത് ആ ബേസിൽ നമ്മൾ നോക്കുമ്പോൾ വലിയൊരു പ്രവിശ്യ അതിന്റെ പിറകില് ഉണ്ട്. ഒരു വാക്ക് പറയുമ്പോൾ അത് കേവലം വാക്കായി നമുക്ക് തോന്നുകയും, എന്നാൽ അത് സൂക്ഷ്മമായി നമ്മൾ നോക്കുമ്പോൾ അതിന് പിന്നിൽ വലിയൊരു വേദനയുടെയോ അല്ലെങ്കിൽ അതിന്റെ ഒരു ലോകം നമ്മൾ കാണാതെ പോകും. ഇതാണ് എനിക്ക് ഇങ്ങനെ ഇത്രയാണ് ബഷീറുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള അനുഭവങ്ങളെ ബന്ധപ്പെട്ട സംഗതികൾ. ഈ ബഷീറിന്റെ ഒരു തിയോളജിക്കൽ ഡിസ്കോഴ്സ് കണ്ടുകൊണ്ടാണല്ലോ ശിഹാബ് ബഷീറിലേക്ക് കടക്കുന്നത്. പിൽക്കാലത്ത് ബഷീറിന്റെ ഇപ്പോ അനൽ ഹക്ക് എഴുതിയ, മൻസൂർ ഹല്ലാജിനെ അറിഞ്ഞ ഹിന്ദു സന്യാസിമാരോടും മുസ്ലിം സന്യാസിമാരോടും ഒപ്പം ജീവിച്ച ബഷീർ യഥാർത്ഥത്തിൽ ഖുർആന്റെ അല്ലെങ്കിൽ ഈ ഒരു ഇസ്ലാമിക സംസ്കാരത്തെ ഭാരതീയമായ ഒരു ദർശനവുമായി ഏതൊക്കെയോ അളവിൽ അലിയിച്ചു ചേർത്തു എന്ന് തോന്നാറില്ലേ? ലോകദർശനവുമായി ഭാരതീയം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഉള്ളതാണ്. തീർച്ചയായിട്ടും. ബഷീർ ഇപ്പൊ ഞാൻ ഓർക്കുന്ന ഒരു സന്ദർഭം, ബാബരി മസ്ജിദ് പൊളിക്കുന്നു. അപ്പൊ വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടാവുന്നു, വാർത്തകളും അതൊക്കെ സംഘർഷങ്ങളൊക്കെ. ബഷീർ ആ കാലത്ത് എന്ത് പറഞ്ഞാലും എന്തുണ്ടെങ്കിലും ബഷീറിനോട് ഒരു അഭിപ്രായം ചോദിക്കും. അങ്ങനെ പത്രക്കാർക്ക് ഒരു പതിവുണ്ടായിരുന്നു. അപ്പൊ ബഷീർ പറഞ്ഞൊരു വാക്ക് എന്ന് പറയുന്നത് പള്ളി വിട്ടുകൊടുക്കണം.
എന്നിട്ട് ഓ പറയുന്നൊരു വാക്കുണ്ട്, ആ ലോകത്ത് അതായത് ആകാശത്ത് ചുവട്ടനുള്ള എല്ലാം പള്ളിയാണ്. ഓ അതിൻ്റെ അകത്ത് ഒരു വലിയ വേദനയുടെ ഒരു സംഗതി ഉണ്ട്. പക്ഷെ പറഞ്ഞത് ആകാശത്തിന് ചുവട്ടിൽ വിട്ടുകൊടുക്കാനും ആകാശത്തിന് ചുവട്ടിലുള്ള എല്ലാം പള്ളി എന്നാണ്. ഞാൻ ഓ അത്ഭുതപ്പെട്ടു. പിൽക്കാലത്ത് ശരിക്കും അത് ഒരു 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 ഖുർആൻ ഇതാണ്, രീതിയാണത് ശരിക്കും. ആ തരത്തിലുള്ള ആകാശത്തിന് ചുവട്ടില്ലത് കാരണം ദൈവത്തിന്റെ പള്ളിയിലാണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ള ഒരു സംഗതി. അതെ തീർച്ചയായും. ആ അപ്പോ ബഷീർ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരൻ നമുക്ക് ഒരിക്കലും വായിച്ചു തീരും എന്ന് തോന്നുന്നില്ല. കാരണം ഓരോ പ്രപഞ്ചം ഇടങ്ങളിലും ആ നമ്മൾ അർത്ഥത്തില് ആ പ്രപഞ്ചം തന്നെ ഒരു അശ്രദ്ധമായിട്ട്, ദേവാലയമാണെന്ന്. അതെ അതെ, അശ്രദ്ധമായിട്ട് നമ്മൾ ബഷീർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു റോഡാണ്, വലിയൊരു വളം വീതിയേറിയ ഒരു സഞ്ചാരപഥമാണ്. ആ സഞ്ചാരപഥത്തിൽ നമ്മൾ ഓരോ തവണ യാത്ര ചെയ്യുമ്പോൾ ഓരോ അർത്ഥതലങ്ങൾ കണ്ടെത്തുന്നു. വ്യത്യസ്ത കാലങ്ങളിൽ അത് വ്യത്യസ്ത രൂപത്തിൽ സംസാരിക്കുന്നു. അതാണ് ബഷീറിന്റെ മാന്ത്രികത. ഒന്ന്. രണ്ട്, വളരെയേറെ വൈവിധ്യമുള്ള ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരു സത്യം. ബഷീറിന്റെ ഈ സ്റ്റൈൽ പിന്നെ ബഷീറിന്റെ തന്നെയാണ്. പക്ഷേ ഈ എന്താണ് പറയാ, ഈ ആന്തരിക ദർശനം, ബഷീറിന്റെ ആന്തരിക ദർശനം എന്ന് പറയുന്നത് ബഷീറിന് മാത്രം അവകാശപ്പെട്ട, ബഷീർ അനുഭവങ്ങളിലൂടെ സ്വായത്തമാക്കിയ, ചിന്തയിലൂടെ സ്വായത്തമാക്കിയ ഒരു ഒരു വലിയ കലവറയാണ്. അതുകൊണ്ടാണ് വായിച്ചു തീരുന്നില്ല. തലമുറകൾ പിന്നെ ോട് സംവദിക്കാൻ അത് ഇപ്പോഴും തയ്യാറായി നിൽക്കുന്നു എന്നുള്ള ഒരു അത്ഭുതം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ബഷീറിന്റെ ഒരിക്കലും നമ്മൾ ലക്ഷ്യത്തിലെത്താതെ സഞ്ചരിച്ചു തീരാത്ത ഒരു 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 വലിയ രാജവീതി, അതല്ലെങ്കിൽ വായിച്ചു തീരാത്ത ഒരു മഹാഗ്രന്ഥം, അങ്ങനെ ബഷീറിനെ കുറിച്ച് പറയാം തോന്നുന്നു. തീർച്ചയായും. കാരണം അത് ലളിതം, നമുക്ക് അതുവരെയുള്ള ഈ സാഹിത്യ സങ്കല്പങ്ങളെ പൊളിച്ചെടുക്കുകയാണ് മൂപ്പർ ചെയ്തത്. ഇപ്പോ ബഷീറിന്റെ ഇപ്പൊ മണിപ്രവാള രചനാ രീതികൾ ശക്തമായി നിലനിന്ന ഒരു കാലത്തുകൂടിയാണ് ബഷീർ എഴുതുന്നത്. അപ്പം എനിക്ക് അക്ഷരം അറിയില്ല എന്ന് പറയുന്നു. ഇപ്പോ നിന്റെ വ്യാകരണം കൊണ്ടുപോ അബ്ദുൽ ഖാദറിനോട് പറയുന്നു. അപ്പോ ഭാഷ, വ്യാകരണത്തിന് വേണ്ടിയിട്ടല്ല ഭാഷ ഉള്ളത്. മനുഷ്യ സംവേദങ്ങളുടെ പുതിയ പുതിയ ധ്വനിസാന്ദ്രമായ ഇടങ്ങളിലേക്ക് പോകാനുള്ളതും മനുഷ്യരോട് എല്ലാ കാലത്തെ മനുഷ്യരോട് സംസാരിക്കാനുള്ളതാണ് ഭാഷ. അങ്ങനെ തുടങ്ങിയുള്ള അനവധി ഭാഷയുടെ ഈ സ്ട്രക്ചറിന്റെ, ഘടനയുടെയും വ്യാകരണത്തിന്റെയും ഒക്കെ മതിലുകൾ പൊളിച്ചു മാറ്റിയ ഒരാളാണ് ഭാഷയിൽ ബഷീർ. അതെ, തീർച്ചയായും. പിന്നെ വാമൊഴി സ്വഭാവമാണല്ലോ മിക്കവാറും കൃതികളില്, മിക്കവാറും പിന്നെ നോവലിലായാലും വാമൊഴി എന്ന് പറഞ്ഞ മനുഷ്യനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. പിന്നെ അത് ലോകത്തിലെ എല്ലാ മനുഷ്യരെയും തന്നെ അത് അഭിസംബോധന ചെയ്യുന്നു. ഇപ്പം ബഷീറിന്റെ മാജിക്കുകൾ അനവധിയുണ്ട്. ഇപ്പം പിന്നെ ഇടക്കാലത്തൊക്കെ ബഷീറിന് മോഷണ എന്നൊക്കെ പറഞ്ഞിട്ട് ബഷീറിന് പിന്നെ ഇകത്താനൊക്കെ ഉള്ള, അത് പോപ്പുലാരിറ്റി ഉള്ള ഒരു കണ്ണുകടിയാണ്, സഹിച്ചുകൂടാ. അപ്പോ അതൊരുപാട് നടത്തി നോക്കി. അത്തരം സംഗതികളൊന്നും അവസാനം തിരിഞ്ഞ് ബഷീറിനെയാണ് ഇല്ല. കാരണം അങ്ങനെ അത്തരം ഒരു എഴുത്തുകാരൻ നമുക്കില്ല. അതാണ് അതിന്റെ ഒരു. അപ്പോ എഴുത്തുകാരൻ, ഇപ്പൊ ബഷീർ എഴുത്തുകാരൻ എന്ന നിലയിൽ ഭാഷയുടെ ഫ്രെയിമുകൾക്കും കളങ്ങൾക്കും ഒന്നും വഴങ്ങില്ല എന്നതുപോലെ തന്നെയല്ലേ ഇപ്പൊ നമ്മളെ സാഹിത്യ പ്രവണതകൾക്ക്. ഇപ്പൊ ഞങ്ങളൊക്കെ സാഹിത്യ വിദ്യാർത്ഥികള് നമ്മുടെ എഴുത്തിന്റെ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ഒരു കാലം ഉണ്ടല്ലോ. നമ്മുടെ ഒരു ക്ലാസിക്, ഞങ്ങൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ക്ലാസിക് കാലമുണ്ട്, റൊമാൻറ്റിക് കാലമുണ്ട്, മാജിക് റിയലിസം ഉണ്ട്, മാജിക്കൽ റിയലിസം ഉണ്ട്, പിന്നെ ആധുനികത വന്നു, ഉത്തരാധുനികത വന്നു. ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് പോസ്റ്റ് ട്രൂത്ത് കാലമാണെന്ന് പറയും. അവിടുന്ന് നിങ്ങൾ മുന്നോട്ട് പോയോന്ന് എനിക്കറിയില്ല, അത് ശിഹാബാണോ പറയേണ്ടത്. എന്തായാലും ഈ കാലത്തിനൊന്നും, ഞാൻ ബഷീറിനെ ഇപ്പോ ശിഹാബ് പറഞ്ഞ പോലെ തന്നെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും വായിക്കുമ്പോ ഈ കാലത്തിനൊക്കെ ചേർന്ന കഥകൾ ബഷീറിലുണ്ട്. എന്നാൽ ഇതിനൊന്നും ബഷീർ വഴങ്ങുന്നില്ല. എങ്ങനെയാണ് ആ ഒരു ട്രെൻഡ്, ആ അപാരമായ ഒരു മാജിക്? അല്ല, ആ മാന്ത്രികതയാണ് ശരിക്കും. അത് കാലത്തിന്റെ തിരഞ്ഞെടുപ്പാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ എഴുത്തുകാരനല്ല എഴുതുന്നത്, എഴുത്തുകാരൻ ഒരു ഉപാധി മാത്രമാണ്, അല്ലെങ്കിൽ ഒരു മീഡിയ മാത്രമാണ്. ഇപ്പൊ ഞാനാണിത് എഴുതുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ അയാൾ എഴുത്തുകാരൻ അല്ലാതായി തീരുകയാണ് ചെയ്യുന്നത്, എഴുതപ്പെടുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ.
അതാണത്. അങ്ങനെ കാലത്തിന്റെ ഒരു സെലക്ഷൻ ആണത്. കരുതിക്കുട്ടി ഉണ്ടാക്കുന്ന ഒന്നാണ് സാഹിത്യം എന്ന് പലരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഭൗതികത ഉണ്ട്, ബഷീറിലും ഭൗതികതയുണ്ട്. മറിച്ച് ഇപ്പം ബഷീറിന്റെ ഇതിലുള്ള സംഗതി ആത്മീയതയുടെ ഒരു ഭയങ്കരമായ അംശം കാണാൻ പറ്റും. ഈ വിട്ടുകൊടുക്കുന്നതിന്റെയും ഇത് പിന്നെ മനുഷ്യ ശുശ്രൂഷകളുടെ ഒക്കെ ഒരു ഭയങ്കരമായ ഒരു കാതൽ കാണാൻ വേണ്ടി കഴിയും. ഇപ്പൊ നമ്മളിപ്പം മതം എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ തമ്മിലടിക്കുകയും ഭിന്നിപ്പിക്കുകയും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ആത്മീയത, അതാണ് ആത്മീയതയാണ് വേണ്ടത്, ഇതല്ല എന്ന് പഠിപ്പിച്ച ഒരു വലിയ എഴുത്തുകാരനാണ്. അപ്പം അങ്ങനെ ഒരു ആത്മീയാംശമുണ്ട്. നമുക്കിപ്പോ പുതിയ കാലത്തെ മതവും ആത്മീയതയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാണ്ടായിട്ടുണ്ട്. അങ്ങനെ മതം വിദ്വേഷത്തിനും അപരവെറുപ്പിനും ഈ അളവുകൾക്കും വേണ്ടിയുള്ള ഒരു മീഡിയ ആക്കി മാറ്റുകയും അത് എൻകാഷ് ചെയ്യുകയും അതിൽ സാമൂഹ്യ ദ്രോഹികൾക്ക് അധിവസിക്കാനുള്ള ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാവുകയൊക്കെ ചെയ്തു. ഇതെല്ലാം അതെ, അത് മതമാകുമ്പോൾ ഒരു വിശ്വാസം ആത്മീയതയുടെ തലത്തിൽ നിന്ന് മതത്തിന്റെ കളമായി ചുരുങ്ങുമ്പോ ആണ് ഈ ഒളിയിടങ്ങൾ ഉണ്ടാകുന്നത്. തീർച്ചയായും ആ ആത്മീയതയുടെ ഭാവങ്ങളാണ് ബഷീറിന്റെ ഇതിന്റെ ശോഭ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മനുഷ്യ സ്നേഹവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഈ രാഷ്ട്രീയത എന്ന് പറയുന്നത് അതുപോലും ഇപ്പൊ നമ്മളെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയം എന്ന് വിചാരിക്കുന്ന മൂഢന്മാരുടെ ഒരു കാലമായി. മറിച്ച് രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഒന്നിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നില്ല. കാരണം അത്രയും സങ്കോചിച്ചു പോയി എന്നുള്ളത്. അതായത് ആത്മീയതയിൽ നിന്ന് മതത്തിലേക്ക് സങ്കോചിച്ച പോലെ ഈ പറഞ്ഞ പിന്നെ ഈ അത്തരം ഒരു അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയം എന്നുള്ള അതിന്റെ കുറെ ട്രിക്കുകൾ, എങ്ങനെയും ട്രിക്കുകൾ ഉണ്ടാക്കി 4 വോട്ട് പെട്ടിയിലിടാനുള്ള പരിപാടികൾ, അങ്ങനെയല്ലാത്ത മനുഷ്യരാണ് അതിൻ്റെ അകത്ത് മുഴുവൻ താമസിക്കുന്നത്. രാഷ്ട്രീയതയുള്ള ബഷീറിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു പോകുമ്പോൾ ഇപ്പം ഒട്ടേറെ അനുഭവങ്ങളുള്ള ഒരാളാണ്. ഇപ്പൊ ഞാൻ പലപ്പോഴും ഓർക്കുന്ന ഒരു സംഗതി, ഈ ബഷീറിന്റെ അനുഭവങ്ങൾ സത്തപരമായിട്ടാണ് അതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പൊ സ്വാതന്ത്ര്യ സമരമായിട്ട് ഒരുപാട് കാലം ജയിലിലായി, ഒളിവിലായി, അടികൊണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല മർദ്ദനങ്ങൾക്കൊക്കെ വശംബദ്ധനായ ഒരാൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് അദ്ദേഹത്തിന് വേണമെങ്കിൽ 2000 പേജിലുള്ള നോവൽ എഴുതാം. പക്ഷെ ബഷീർ എഴുതുന്നത് മതിലുകൾ ആണ്. എന്തുകൊണ്ട് എന്നുള്ളതാണ് അതാ ഒരു വൈഡ് ഒരു ആസ്പെക്റ്റില് വലിയ കാലം ബഷീറിൽ കാണുന്ന ഒരു കൗതുകം വലിയ കാലമാണ്. വലിയ എഴുത്തുകാരുടെ ഒരു ലക്ഷണമാണ്. ചെറിയ എഴുത്തുകാർ വലിയ തരത്തിൽ ആഘോഷിച്ചു പോവുകയും വലിയ പുരസ്കാരങ്ങൾക്കൊക്കെ വിധേയമാവുകയും അത് കടന്നുപോയി അവരെ മരണത്തിന് മുമ്പേ മിക്കവാറും അവരെ കൃതികളൊക്കെ മരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ വലിയ എഴുത്തുകാർ അങ്ങനെയല്ല. അവർ കൃതികൾ മരണാനന്തരം ജീവിക്കുകയും വളരെ ലൈവായി നിൽക്കുകയും അത് നമ്മളെ പലതും പഠിപ്പിക്കുകയും വിശദീകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് അതിൽപ്പെട്ട ഒരു വലിയ എഴുത്തുകാരനാണ് ബഷീർ. ശിഹാബ് മലയാളത്തോട് പറഞ്ഞ ഞങ്ങളൊക്കെ നിരന്തരം ആവർത്തിക്കുന്ന മൗലികമായ ഒരു നിരീക്ഷണം പറഞ്ഞാൽ, പുതിയ എഴുത്ത് വനനശീകരണവും പ്രകൃതി നശീകരണവും ആകുന്ന കാലത്ത് ബഷീർ പുതിയ എഴുത്തെന്നല്ല, ഏത് കാലത്തെയും അത്രയുണ്ട്. പുതിയ എഴുത്ത് മാത്രമല്ല, അതായത് മോശമായ ബഷീർ മോശമായ പുസ്തകങ്ങൾ പെരുകുന്ന കാലത്ത്, അതെ തീർച്ചയായിട്ടും ഒരു പുസ്തകം ഒരു മരമാണല്ലോ, വനനശീകരണം. തീർച്ചയായിട്ടും അങ്ങനെ വനനശീകരണത്തിന്റെയും പ്രകൃതി നാശത്തിന്റെയും ഈ അരസികവും വിരസവും ഈ അന്തസ്സാരശൂന്യവുമായ എഴുത്തിന്റെ കാലത്ത് ബഷീർ പ്രകൃതിയെ ഏറെയൊന്നും ദ്രോഹിക്കാതെ കൊച്ചു കൊച്ചു രചനകൾ കൊണ്ട് വലിയ പ്രപഞ്ചത്തെയും ഒരു വിശ്വവിഖ്യാതമായ ഒരു പ്രകൃതിയെയും നിർമ്മിച്ചെടുത്തു എന്ന് വേണ്ടേ പറയാൻ? അതെ, പിന്നെ അങ്ങനെ അതാണ് പറഞ്ഞത്. മതിലുകൾ എന്ന് പറഞ്ഞ ഫ്രീഡം, സ്വാതന്ത്ര്യത്തെ കുറിച്ച് ആത്യന്തികമായ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ ഈ സംഭാഷണത്തിന്റെ ആദ്യം പറഞ്ഞ പോലെ ധ്വനിരസങ്ങൾ എന്ന് പറഞ്ഞ ഒരു സംഗതി, ധ്വനി ഇങ്ങനെ ബഷീറിന്റെ ഓർമ്മയെ ഏറ്റവും ഉചിതവും ഏറ്റവും ആഴത്തിലും ഏറ്റവും ഔചിത്യത്തോടു കൂടി അനുസ്മരിക്കാൻ ഇന്ന് ശിഹാബുദ്ദീൻ കൊയ്ത്തുംകടവ് എന്ന മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ABC-യിൽ വന്നതിന്റെ സന്തോഷം പങ്കിട്ടുകൊണ്ട് അങ്ങേക്ക് ഇന്ന് മലയാളി വായനക്കാരോട് പറയാനുള്ള ഒരു വാക്യം ബഷീറിനെ മുൻനിർത്തി പറഞ്ഞ് അങ്ങേക്ക് അവസാനിപ്പിക്കാം.
വായനക്കാർ കുറച്ചുകൂടി ജാഗ്രത ഉണ്ടാവണം. ഒരു മലയാളി സംവേദനക്ഷമത സത്യത്തിൽ താഴോട്ട് പോവുകയാണ്. ഇപ്പം ഒരു മോശം കൃതിയെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ അതുകൊണ്ട് വളരെ പെട്ടെന്ന് പറ്റും. ഒരു കൃതിയെ, നല്ല കൃതിയെ പിന്നെ ഹൈഡ് ചെയ്ത് വെക്കാനും പറ്റുന്ന ഒരു സാഹചര്യം. വായനക്കാർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. എക്സിബിഷനിസ്റ്റ് കാലത്തിൽ നിന്നും അതിനെ പിന്നെ പുസ്തകത്തെ മോചിപ്പിക്കേണ്ടതുണ്ട്. പുസ്തകങ്ങളുടെ വലിയ ആധിക്യമുണ്ട്, നല്ലത് തന്നെയാണ്, എല്ലാവരും എഴുതുന്ന നല്ല കാര്യം തന്നെ. പക്ഷെ പുസ്തകം എഴുതുന്നതിന്റെ ഒരു വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മള് ഒരു ഒരു കടലാസിൽ എഴുതാൻ തുടങ്ങുമ്പോൾ, ഇപ്പം അല്ലെങ്കിൽ മറ്റേ നമ്മളെ കമ്പ്യൂട്ടറിലാണ് ചെയ്യുക, രണ്ടും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. കടലാസില് പുസ്തകം വരുമ്പോൾ ശരിക്കും എത്രയോ മരങ്ങളോട് നമ്മൾ ക്ഷമ ചോദിക്കേണ്ടതുണ്ട്. അതിനോട് ക്ഷമ ചോദിച്ച് നമ്മൾ തുടങ്ങണം. അപ്പൊ അത് ഓരോ വാക്കുകളും വളരെ ജാഗ്രതയോടെയും കരുതലോടെയും വിനിയോഗിക്കണം. എഴുതുകയും വായിക്കുകയും ചെയ്യുക. നമ്മുടെ എഴുത്തുകാരെ അല്ലെ വായനക്കാരെ വിഡ്ഢിയാക്കുന്ന ഒരു പ്രവണത ഉണ്ട്. ശരിക്കും അവരെ അത്രേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ അത്ര മതി എന്നുള്ള മട്ട്. പക്ഷെ വായനക്കാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് അത്. അങ്ങനെ ആ തരത്തിലുള്ള പിന്നെ ഒരു ഭാവുകത്വ ദൗർബല്യം നമുക്ക് വന്നിട്ടുണ്ട്. ഈ പുസ്തകങ്ങളുടെ വലിയ പെരുക്കങ്ങൾ എന്ന് പറയുന്നത് ആളുകള് ഇപ്പം എല്ലാരും വായിക്കുക എന്ന് പറയുന്നു, പക്ഷെ ആരും വായിക്കുന്നില്ല. കുട്ടികളോട് വായിക്കാൻ പറയുന്നു, കുട്ടികൾക്ക് എവിടെ വായിക്കാൻ സമയം? അവരുടെ സിലബസ് ആ തരത്തിൽ അവരുടെ എല്ലാ സർഗാത്മകതയും നുള്ളിക്കളയുന്ന തരത്തിൽ ഘടിപ്പിച്ചും, അധ്യാപകൻ എന്നുള്ളതിൽ മാഷ്ക്ക് അറിയാലോ എന്താണ് അവിടെ വിദ്യാകാലത്ത് നടക്കുന്നത്. അപ്പൊ അങ്ങനെ വായന ഒരു ആഹ്ലാദപരമായ ഒരു കാര്യമാണ് സത്യത്തിൽ. അത് ആഹ്ലാദത്തിൽ സത്യമായി നമ്മൾ എത്തണമെങ്കിൽ അത്തരം പുസ്തകങ്ങൾ വരേണ്ടതുണ്ട്. ബഷീറൊക്കെ തന്നെയാണ് ഇവിടുത്തെ ബഷീർ. അതുപോലുള്ള വലിയ പൊൻകുന്നം വർക്കി, കാരൂർ നീലകണ്ഠപിള്ള, അങ്ങനെയുള്ള അനവധി എഴുത്തുകാർ. കാരൂരൊക്കെ ഇപ്പോഴും വായിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ധ്വനിയുടെ ഒരു മുഴക്കം എന്ന് പറയുന്നത്, പുതുപ്പാന്റെ കിണർ എന്ന് പറഞ്ഞ ഒരു കഥ മാത്രം നമ്മൾ ഓർത്താൽ മതി, അല്ലെ? അപ്പൊ ജലരാഷ്ട്രീയം എന്ന് പറഞ്ഞ സാധനമൊക്കെ വരുന്നിട്ട് എത്രയോ വർഷം മുമ്പ് ഓർഗാനിക് ആയിട്ടുള്ള ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യന്റെ ത്യാഗത്തിന്റെ ഒരു കഥ എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അത് നമ്മളൊക്കെ വലിയ അർത്ഥത്തിൽ വിശാലമാക്കുന്നുണ്ട്. ഹൃദയത്തെ വിശാലമാക്കാൻ കഴിയുന്ന വിധം അതിനെ പരിണമിച്ച് എടുക്കാനല്ലേ പിന്നെ സാഹിത്യത്തിന് യാതൊരു അർത്ഥമില്ല. അതാണ് എഴുത്തുകാരന്റെ ഉള്ളു തുറപ്പിക്കുന്ന, വായനക്കാരന്റെ കണ്ണു തുറപ്പിക്കുന്ന നിരീക്ഷണങ്ങളുമായി ബഷീറിനെ ഓർക്കാൻ, ബഷീറിന്റെ 30ാം ചരമദിനത്തിൽ ABC-യുടെ ഫ്ലോറിൽ വന്ന ABC-യുടെ പ്രേക്ഷകരോട് സംസാരിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിന് നമുക്ക് നന്ദി പറയാം. അദ്ദേഹത്തെ ഇനിയും സാഹിത്യപരമായ വിചാരങ്ങളുമായി ABC-യിൽ ഇനിയും പ്രതീക്ഷിക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിന് നന്ദി പറയുന്നു. ഈ ബഷീർ വിചാരം, ബഷീറിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിന്റെ സാന്നിധ്യത്തിൽ ഈ സംവാദം തൽക്കാലത്തേക്ക്, സമയക്കുറവുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി. എല്ലാവർക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.